അപ്പോൾ ഇത് രാവിലെ 7 മണി 7-7:30 ആയിട്ടുള്ളൂ. തണുത്തിട്ട് ഒരു രക്ഷയില്ല. ഒരു അടിപൊളി ബൈക്കിൻ്റെ കൂടെയാണ്, അതുകൊണ്ട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ വണ്ടി എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് കണ്ടിട്ടില്ല, പക്ഷേ കുറച്ച് പേരെ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ് കേട്ടോ. ഈ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഇത് ഹസ്ക്വാന അല്ലെങ്കിൽ ഹുസ്ക്വാന, അങ്ങനെ പല രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അറിയാവുന്ന ഒരു കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തത് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ 2 ബൈക്ക് ഉണ്ടായിരുന്നു. ഒന്നൊരു റോഡ്സ്റ്റർ വെർഷനും മറ്റൊന്ന് സ്ക്രാബ്ലർ വെർഷൻ. നേരത്തെ 250cc ഉണ്ടായിരുന്നത്. ഒരു 2019 റേഞ്ചിലാണ് KTM-ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഈ ഒരു വണ്ടി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത്. പക്ഷേ ഈ ഒരു ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്കങ്ങ് ഒരുപാട് പഴയ കാലം മുതലേ ഉണ്ട്. ബൈക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തത് 90s ബൈക്കൊക്കെ പ്രൊഡക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുമ്പേ ഉള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ മരമൊക്കെ കിട്ടുന്ന ഇതില്ലേ, സോയില്ലേ, അത് ഇന്നോവേറ്റ് ചെയ്തത് ഈ ഒരു ബ്രാൻഡാണ്. അതുപോലെ ഒരുപാട് ഇന്നോവേഷൻസ് കൊണ്ടുവന്നൊരു ബ്രാൻഡാണ്. അപ്പോൾ കോമൺലി പറയുകയാണെങ്കിൽ ഒരുപാട് ഇന്നോവേറ്റീവായിട്ടും അഗ്രസീവായിട്ടും ഒക്കെ ഉള്ള ഒരു സ്വീഡിഷ് ബ്രാൻഡിൻ്റെ ഒരു അടിപൊളി പ്രോഡക്റ്റാണ്. അടിപൊളി പ്രോഡക്റ്റ്, ചിലർക്ക് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. അടിപൊളി ഒരു 2 വീലറാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇത് സ്വാറ്റ്പില്ലറാണ്. ഇത് കറക്റ്റ് പറഞ്ഞാൽ ഒരു എന്താണ് നമ്മുടെ സ്ക്രാംബ്ലർ എന്ന് പറയാം. മറ്റേതിനെ നമുക്കൊരു വിറ്റ്പില്ലിനെ ഒരു റോഡ്സ്റ്റർ കാറ്റഗറിയിൽ പെടുത്താൻ സാധിക്കുള്ളൂ. റോഡ്സ്റ്റർ ഒരു ഡെയിലി റണ്ണിങ് വെഹിക്കിൾ. പക്ഷേ ഇതും സ്ക്രാംബ്ലർ ആണെങ്കിൽ പോലും അങ്ങനെ ഹൈലി അഗ്രസീവായിട്ടുള്ള ഒരു ഓഫ് റോഡിങ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ വണ്ടിക്കുണ്ട്. അതാണ് വണ്ടിയുടെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് കയറിയൊക്കെ ഇന്ന് ഇരുന്ന് നോക്കാം. ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ വലിയ പ്രശ്നമൊന്നും ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ KTM-ആയിട്ട് ജോയിൻ ചെയ്തിട്ടാണ് ഇതിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ വരുന്നത്. KTM നമ്മൾ 390യുടെ വീഡിയോ നേരത്തെ ചെയ്തായിരുന്നു. ആ സെയിം എഞ്ചിൻ തന്നെയാണ് വരുന്നത്. അതുപോലെ ചേസിൻ്റെ ഭാഗത്തും കുറേ കാര്യങ്ങൾ, ഒരുവിധം കുറേ പാർട്സുകൾ നമ്മുടെ ഡ്യൂക്ക് 390 ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ആ രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എക്കണോമിക്കലായിരിക്കാം, കുറേ കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ രണ്ടുകൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഡിസൈൻ വൈസ് ഭയങ്കര ഒരു നമ്മൾ അധികം കാണാത്തത്. നമ്മൾ ബൈക്ക് വരുമ്പോൾ ഏത് ബൈക്ക് എടുത്താലും നമുക്കൊരു ഡിസൈൻ മറ്റെടുത്ത് കണ്ടു എന്നുള്ളൊരു ഫീലൊക്കെ വരും. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ എങ്ങും തോന്നുന്നില്ല. കാരണം ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു യുണീക്ക് ബൈക്ക് തന്നെയാണ്. അപ്പം ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് വാഹനം ലോഞ്ച് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. നേരത്തെ 250cc നിന്ന് ഇപ്പം പുതിയതായിട്ട് 401 ഇവിടെ ബാഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു CC-ലേക്കുള്ള ഇതായിരുന്നു എല്ലാവരും കൂടുതൽ ആഗ്രഹിച്ചത്. വിറ്റ്പില്ലിലും എല്ലാവരും ഈ ഒരു ബ്രീഫിംഗ് സെഷനിലൊക്കെ എല്ലാവരും പറയുന്നത് വിറ്റ്പില്ലിലും ഈ ഒരു 401cc എഞ്ചിൻ വരണമെന്നാണ്. അപ്പം ഒരു ഇനിഷ്യൽ ഇംപ്രഷൻ വണ്ടി ചെറുതായിട്ട് ഇവിടെയൊക്കെ ഒന്ന് ഓടിച്ചു, രസമുണ്ട്, ഒരു സ്മൂത്ത് ഫീലാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പ്രോഡക്റ്റിനെ ഈ ഒരു ബൈക്കിനെ വിശദമായിട്ടൊന്ന് കാണാം. ഒരു 820 mm മാത്രമാണ് സാഡൽ ഹൈറ്റ് വരുന്നത്. കമ്പാരിറ്റീവ്ലി ഗുഡ് എന്ന് തന്നെ പറയാം. നമ്മുടെ ഡ്യൂക്ക് 390 വരുമ്പോൾ 800 mm ആണ്, ഇത് 820 വരുന്നുണ്ട്. പക്ഷേ സിറ്റിംഗ് പൊസിഷനും നമുക്ക് ആ ഒരു ആംഗിളിലൊന്നും വലിയ പ്രശ്നമോ കാര്യമൊന്നുമില്ല. ഹാൻഡിലിംഗ് പൊസിഷൻ കൊള്ളാം. ആ കാര്യത്തിലൊക്കെ വളരെ അട്രാക്ഷൻ തന്നെയാണ്. ഹാൻഡിൽ പൊസിഷൻ ബെറ്റർ ആയിട്ടെന്ന് പറയാം. ഇനി അടുത്ത കാര്യം നോക്കണം, വീൽ ബേസ്. കുറച്ച് ഷോർട്ടർ വെഹിക്കിളായിരുന്നു നേരത്തെ, ഇപ്പോൾ അതൊക്കെ മാറി കുറച്ചുകൂടെ ലെങ്ത് വൈസ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. അതുപോലെ വീൽ ബേസ് ഉണ്ടല്ലോ, വീൽ ബേസ് നല്ല വീൽ ബേസ് ഉണ്ട്. 1354 mm വീൽ ബേസ് വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ഓടിക്കുമ്പോൾ ആ ഒരു നമ്മുടെ ഒരു ഒന്നുകൂടെ ഒരു നമുക്ക് ആ ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ കൂട്ടാൻ പറ്റുന്നൊരു കാര്യമാണ് അത്രത്തോളം വീൽ ബേസ് കിടക്കുന്നത്. നല്ല ബ്രേക്കബിലിറ്റി കിട്ടും. അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് വീൽ ബേസ് അഡ്വാൻറ്റേജ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. 177 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ താണ്ടെ ഇങ്ങോട്ടോ, ഈ ഒരു സസ്പെൻഷനാണ് ഓഫ്സെറ്റായിട്ട് ചെയ്തിരിക്കുന്ന സസ്പെൻഷൻ. ഇങ്ങനെ ചരിഞ്ഞുള്ള സസ്പെൻഷൻ കൊണ്ടാണ് സാഡൽ ഹൈറ്റ് മാക്സിമം കുറഞ്ഞിരിക്കുന്നത്, മാക്സിമം ഗ്രൗണ്ട് ക്ലിയറൻസും കിട്ടുന്നത്. നമ്മൾ 390 കണ്ട കാര്യമാണ്. അപ്പോൾ അത് അപ്പാടെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷനാണ്. അതൊക്കെ വളരെ അട്രാക്റ്റീവ്, നല്ലൊരു സ്മൂത്ത് റൈഡും കാര്യങ്ങളൊക്കെ ഈ ഒരു സസ്പെൻഷൻ തരുന്നുമുണ്ട്. അതുപോലെ വെയിറ്റ് എപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏകദേശം വെയിറ്റ് വരുന്നത് 171 kg ആണ്. പഴയ വർഷമായിട്ട് നോക്കുമ്പോൾ വെയിറ്റ് കുറവാണെന്ന് തന്നെ പറയാം. നേരത്തെ ഉണ്ടായിരുന്ന ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 9 ലിറ്റർ ആയിരുന്നു. അത് മാറിയപ്പം 13.5 ലിറ്ററിലേക്ക് മാറി. എന്നിട്ട് പോലും ഈ ഒരു വെയിറ്റ് കുറയുകയാണ് ചെയ്തത്. നല്ലൊരു കാര്യമാണ്. ഒരു ഫ്യൂവൽ എഫിഷ്യൻസി ഒക്കെ നോക്കിയാൽ ഒരു 30+ സ്ക്രാംബ്ലറിന് ഒരു പ്രാക്ടിക്കലി ഇവിടെ ഇപ്പോൾ ഇന്നലെയൊക്കെ ഓടിച്ച പല ആൾക്കാർക്ക് ആ ഒരു റേഞ്ച് കിട്ടിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ വലിയ പ്രശ്നമില്ല. ഇനി എഞ്ചിൻ്റെ കാര്യം നോക്കാം. എഞ്ചിൻ്റെ കാര്യം 399 cc ഉള്ള എഞ്ചിൻ, നമ്മുടെ ഡ്യൂക്ക് 390 കണ്ട സെയിം എഞ്ചിൻ തന്നെ. 46 bhp പവർ, 39 ടോർക്ക് വരുന്നുണ്ട്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അതുപോലെ ഇതിനകത്ത് വരുന്ന ലിവേഴ്സും കാര്യങ്ങളൊക്കെ ആണല്ലോ വളരെ ഷോർട്ടറായിട്ടുള്ള വളരെ ക്വാളിറ്റികൾ, നല്ലൊരു ഇപ്പോൾ ഓരോ പാർട്സിനും ആ ഒരു ക്വാളിറ്റി നിലനിർത്തിയിട്ടുണ്ട്. ഷോർട്ടറായിട്ടുള്ള ലിവറാണ്. ഗിയർ ലിവറിൻ്റെ പൊസിഷൻ ആണെങ്കിലും ആ ഒരു ഷോർട്ട്നെസ്സും കാര്യങ്ങളും നിലനിർത്തിയിട്ടുണ്ട്. ഓവറാൾ ഏറ്റവും വലിയ കാര്യം പറയാനുള്ളത് ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ്. നമ്മൾ യൂണീക്കായിട്ടുള്ള ഒരു ഡിസൈൻ കിട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ടാങ്കിൻ്റെ സൈഡിലായാലും ഈ സാധാരണ നമ്മൾ വെഹിക്കിളിൻ്റെ ഒരു പേര് ടാങ്കിൽ ബാഡ്ജ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആ പേര് മാറിയിട്ട് ആ ഒരു എൻജിൻ ബാഡ്ജിങ് ആണ് 401 എന്ന് പറഞ്ഞാൽ ആ ബാഡ്ജിങ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്.
ഇവിടെ ഹസ്ക്വാര എന്ന് പറഞ്ഞ ബാഡ്ജിങ് ആ ഒരു ബ്രാൻഡ് ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അതെല്ലാം ഷോർട്ടായിട്ടുള്ള ക്രാഷ് ഗാർഡാണ്, വളരെ ഷോർട്ടായിട്ടുള്ള ക്രാഷ് ഗാർഡാണ് കൊടുത്തേക്കുന്നത്. ഇനി വീൽ ഡയമെൻഷൻ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതിനകത്ത് നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടയേഴ്സ് തന്നെയാണ്. നമുക്ക് സ്കോർപ്പിയൻ്റെ റാലി ടയേഴ്സാണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു റൈഡറെ സംബന്ധിച്ചോളം വളരെ നല്ലൊരു കാര്യം തന്നെയാണ്, ഒരു കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ റോഡ്സ്റ്റർ അല്ല, നമ്മുടെ സ്ക്രാമ്പിൾ കാറ്റഗറിയിലായതുകൊണ്ടാണ് ഈ ഒരു വീലും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. 240 ആണ് ബാക്കിലെ ഡിസ്ക് ബ്രേക്കിൻ്റെ ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതുപോലെ ഈ ഒരു ഭാഗമൊക്കെ നോക്കിയാൽ നമ്മുടെ ഇന്ത്യൻ റോഡ് കണ്ടീഷനിൽ മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ചെളിയൊക്കെ അടിച്ച് മാക്സിമം മേലോട്ട് കയറാത്ത രീതിയിലുള്ള ഗാർഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ എക്സോസ്റ്റ് അടിയിലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വാഹനത്തിന് നല്ലപോലെ ഉണ്ട്. 177 mm നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ്, ഇങ്ങനെ ഒരു എക്സോസ്റ്റ് വന്നിട്ട് പോലും, അണ്ടർബെല്ലി എക്സോസ്റ്റ് വന്നിട്ട് പോലും നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി കേട്ടോ. 320 mm ആണ് നമ്മുടെ ഈ ഒരു ഡിസ്ക് ബ്രേക്കിൻ്റെ ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതുപോലെ ഈ ഒരു USD ഫോക്സ് നമ്മൾ ഡ്യൂക്ക് 390 കണ്ട കാര്യമാണ്, ആ ഒരു സെയിം ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോക്സിന് വന്നിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ടിലെ വീൽ സൈസ്, നമ്മൾ ബാക്കിലെ വീൽ സൈസ് നമ്മൾ പറഞ്ഞില്ല, അത് പറയാം. 110/70 ആണ്, R17 ആണ്. 110/70 R17 ആണ് വീൽ സൈസ് വരുന്നത്. വീൽ ആൻഡ് ടയർ ഡയമെൻഷൻ ഇതാണ് വരുന്നത്. അതുപോലെ ബ്ലാക്ക് കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഒരു ഡിസൈൻ വൈസ് കുറച്ചുകൂടി അട്രാക്ഷൻ ആയിട്ടുണ്ടെന്ന് പറയാം. അതുപോലെ ഇവിടെ ഒരു ബ്ലാക്ക് ക്ലാഡിങ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മഡ് ഗാർഡിൻ്റെ ഒരു ഗ്രേ ഡിസൈനും അതുപോലെ ഹസ്ബൻഡിൻ്റെ ആ ഒരു ബാഡ്ജിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പഴയ 250 നിന്ന് 401 വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയമെൻഷൻ കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. അതിൽ DRL കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാം. ഉണ്ടല്ലോ DRL പൊസിഷൻസും കാര്യങ്ങളൊക്കെ വളരെ രസമുണ്ട് കാണാൻ. അതുപോലെ ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈനും നല്ലതാണ് പറയുക. LED ഹെഡ്ലൈറ്റ്, അതുപോലെ ടേൺ ഇൻഡിക്കേറ്റർ ഒന്ന് ഇട്ട് കാണിക്കാം. ഓക്കെ, ടേൺ ഇൻഡിക്കേറ്റർ, ഹസാർഡ് വരുന്നുണ്ട്, ഉണ്ടല്ലോ, രസമുണ്ട് കേട്ടോ. നമുക്ക് ഇതൊക്കെ നമ്മൾ ഡ്യൂക്കിനകത്തൊക്കെ കണ്ട കാര്യമാണ്, സ്ലീക്കായിട്ടുള്ള ടേൺ ഇൻഡിക്കേറ്റർ. അതെല്ലാം കുറച്ചുകൂടെ ഇന്ത്യൻ പാർട്സ് കുറച്ചുകൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അതുപോലെ ഈ ഒരു ഫ്രെയിമും കാര്യങ്ങളും ഒരു വളരെ ഡിസൈൻ വൈസ് കുറച്ചുകൂടെ രസമുണ്ടെന്ന് തന്നെ തോന്നുന്നു. ഇത്രയാണ് ഒരു ഡിസൈൻ വൈസ് എടുത്തു പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി സീറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പില്ലിയൻ റൈഡറിന് അത്യാവശ്യം കംഫർട്ടബിളായിട്ട് ഇരിക്കാനുള്ളൊരു പൊസിഷൻ തരുന്നുണ്ട്. പഴയ വെർഷനായിട്ട് നോക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് പറഞ്ഞു പറയാം. ഈ ഒരു ഇത്രയും ലെങ്തി ആയിട്ടുള്ള സീറ്റാണ്. ഒന്ന് ഇരുന്ന് കാണിക്കാം, ഉണ്ടല്ലോ. അത്യാവശ്യം പില്ലിയൻ റൈഡറിന് ഇരിക്കാനുള്ളൊരു പൊസിഷനുണ്ട്, അതിനകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. അതുപോലെ ഗിയർ ലിവറിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉണ്ടല്ലോ, ഷോർട്ടറാണ്, വളരെ ക്വിക്കായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് പൊസിഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്യാവശ്യം അഗ്രസീവായിട്ട് ഓടിച്ചാലും നമുക്ക് അതിനകത്തുള്ള പ്രശ്നവും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ ആ ഒരു പൊസിഷൻസും കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയാണ് ഒരു ഡിസൈൻ ബേസ് പറയാനുള്ളത്. ഇനി സാരി ഗാർഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ കണ്ടീഷൻ അത് ആവശ്യമാണ്. അതുപോലെ അത്യാവശ്യം ഗാർഡ്സും കാര്യങ്ങളെല്ലാം പ്രൊട്ടക്ഷൻ ബേസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി സ്വാറ്റ് പില്ലൻ, നമ്മുടെ ആ ഒരു വെഹിക്കിൾ ബാഡ്ജിങ് നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണാം. ഗ്രാം ഹാൻഡിലേക്ക് വരുമ്പോൾ ഒരു നോർമൽ ഡിസൈനാണ്, ഭയങ്കര ഒരു ത്രില്ലിംഗ് ഡിസൈനൊന്നുമില്ല, ഒരു നോർമൽ സ്റ്റാൻഡേർഡ് ഡിസൈനാണ് ഗ്രാം ഹാൻഡിലെ പൊസിഷനിൽ വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ ടെയിൽ ലാമ്പ് നോക്കുകയാണെങ്കിൽ, ടെയിൽ ലാമ്പ് ഉണ്ടല്ലോ, അത് ത്രൂ ഔട്ട് LED ആണ്. ഡിസൈൻ ബേസ് കൊള്ളാമെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഡിസൈനായിട്ട് മാച്ച് ചെയ്യുന്നതിൽ തന്നെയാണ് ടെയിൽ ലാമ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇൻഡിക്കേറ്ററും പൊസിഷനൊക്കെ നോർമൽ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. ബാക്കിലെ ടയർ ആൻഡ് വീൽ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ 150/60 R17 ആണ് ബാക്കിലെ ടയർ ആൻഡ് വീൽ പ്രൊഫൈൽ വന്നിരിക്കുന്നത്. അത്രയാണ് വണ്ടിയുടെ ഒരു അത്യാവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മുടെ ക്ലസ്റ്റർ സൈഡിലേക്ക് വരുമ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു TFT ക്ലസ്റ്റർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഒത്തിരി ഇൻഫർമേഷൻസ് അറിയാം. നമുക്ക് സ്പീഡോമീറ്റർ, ടാക്കോമീറ്റർ, പിന്നെ എത്ര ഓഡോമീറ്ററിൻ്റെ അറിയാം, ബാറ്ററി വോൾട്ട് അറിയാം, ആവറേജ് സ്പീഡ്, ട്രിപ്പിൽ ഇൻഫർമേഷൻ, പിന്നെ ടോട്ടൽ കിലോമീറ്റർ, ഏത് മോഡിലാണ് വണ്ടി കിടക്കുന്നത്, ABS, ഡ്യുവൽ ചാനൽ ABS ഉണ്ട്, അത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ളത്, അത് ഏത് മോഡിലാണ് കിടക്കുന്നത്, ട്രാക്ഷൻ കൺട്രോളിൻ്റെയും ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റും. അത് എങ്ങനെയൊക്കെയാണെന്നുള്ള പൊസിഷൻസാണ് കാണുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് പോസ്റ്റ് ബട്ടണാണ് ആദ്യം വരുന്നത്. ഹസാർഡിൻ്റെ സ്വിച്ച് ഇവിടെ കാണാം. ഈ കൺട്രോൾ പാനൽ നമുക്ക് ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ടേൺ ഇൻഡിക്കേറ്റർ, ഹോൺ, ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് വരുന്ന കൺട്രോൾസ്. നമുക്ക് ഓരോന്നിലേക്കൊന്ന് പോയി നോക്കാം. മോട്ടോർ സൈക്കിളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് റൈഡ് മോഡാണ് ഫസ്റ്റ് വരുന്നത്. ഒറ്റ റൈഡ് മോഡാണ്, സ്ട്രീറ്റ് എന്ന് പറഞ്ഞ റൈഡ് മോഡാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. ഇനി അടുത്ത ABSയിലേക്ക് പോവുകയാണെങ്കിൽ ABS റോഡും വരുന്നുണ്ട്, സൂപ്പർ മോട്ടോയും വരുന്നുണ്ട്. സൂപ്പർ മോട്ടോ പോകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിൽ ABS ഓഫ് ചെയ്തിടണം. അതിന് വേണ്ടിയിട്ടാണ് സൂപ്പർ മോട്ടോ ഒരു മോഡ് കൊടുത്തേക്കുന്നത്. ട്രാക്ഷൻ കൺട്രോളിലേക്ക് വരുവാണെങ്കിൽ ട്രാക്ഷൻ കൺട്രോൾ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് കൊണ്ടുവന്ന പൊസിഷനുണ്ട്. ഇനി അടുത്ത ബൈക്ക് ഇൻഫർമേഷൻ, കൂളൻ ടെമ്പറേച്ചർ, ഫ്യൂൽ റേഞ്ച്, ബാറ്ററി എന്നുള്ള കാര്യങ്ങളാണ് അതിനകത്ത് നമുക്ക് അറിയാൻ പറ്റുന്നത്. അടുത്ത ട്രിപ്പ് ഇൻഫർമേഷനകത്ത് ആ ട്രിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും നമുക്ക് അറിയാം. അപ്പോൾ അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉള്ള ക്ലസ്റ്ററാണ്. അതുപോലെ ക്ലസ്റ്ററിൻ്റെ അപ്പിയറൻസ്, അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കളേഴ്സും ഒക്കെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുണ്ടെന്ന് പറയാം. ഇനി നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ
എൻജിൻ ഓൺ ആക്കാനുള്ള ബട്ടൺ, അതുപോലെ എൻജിൻ ക്ലീൻ ചെയ്യാനുള്ള ബട്ടൺ. ഇത്രയാണ് ഈ കൊടുത്തത്. അതിൻ്റെ സ്വിച്ചിൻ്റെ ഡിസൈൻ കാര്യങ്ങളെല്ലാം വളരെ ഒരു രസകരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ മിററിൻ്റെ ഡിസൈൻ ആ ഒരു റെട്രോ ഫീലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് മിററിനെ. അതൊരു പഴയൊരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ തികച്ചും അട്രാക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നു, ആ ഫീൽ കൊണ്ടത്. പക്ഷേ ഹാൻഡിൽ പൊസിഷനും കാര്യങ്ങളൊക്കെ ഷോർട്ടറാണ്, ഹാൻഡിൽ പൊസിഷനും കാര്യങ്ങളൊക്കെ വളരെ രസമുണ്ട്. അതുപോലെ ഈ ടാങ്കിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴും ഡിസൈൻ നല്ല രസമുണ്ടെന്ന് പറയാം. ഒരു വിങ്സ് പോലെ നിൽക്കുന്നുണ്ട് രണ്ട് സൈഡിലേക്ക്. അതുപോലെ ഈ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ രസമുണ്ട്. ഇനി നമുക്ക് എക്സോസ്റ്റ് സൗണ്ട് ഒന്ന് കേൾക്കാം. അണ്ടർവെല്ലി എക്സോസ്റ്റായിട്ട് ആ ഒരു റോ സൗണ്ട് തന്നെയാണ് ഇതിനകത്തുനിന്ന് വരുന്നത്. നമുക്ക് KTM കാണുന്ന പോലെ ആ ഒരു സെയിം ഭയങ്കര ഹെവി ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു, ഒരു അത്യാവശ്യം നല്ല ദൂരം ഓടിച്ചു. നല്ല എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ KTM 390യുടെ സെയിം എഞ്ചിനായപ്പോൾ ആ ഒരു തേർഡ് ഗിയറും ഫോർത്ത് ഗിയറിലും അത്യാവശ്യം നമുക്ക് ഒരു ക്വിക്കർ ഷിഫ്റ്റും കാര്യങ്ങളും ഒരു നല്ലൊരു ആക്സലറേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഒരു ഫസ്റ്റും സെക്കൻഡും സ്മൂത്തായിട്ട് പോയിട്ട് തേർഡും ഫോർത്തും നല്ല അഗ്രസീവ് ആയിട്ട് നമുക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. ഫിഫ്ത്തും സിക്സ്ത്തും ആണെങ്കിലും കുറച്ചൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള പെർഫോമൻസാണ് തരുന്നത്. ഇതാണ് ഒരു പെർഫോമൻസ് ബേസ് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഒരു സിറ്റി ട്രാഫിക്കിലൊക്കെ ഓടിക്കുമ്പോൾ ഭയങ്കര കംഫർട്ടബിളാണ്, ഒരു പ്രശ്നമില്ല. ഇത്രയും പവറുള്ള ഒരു എഞ്ചിൻ്റെ യാതൊരു ഡിസ്കംഫർട്ടും പെട്ടെന്നൊരു ആക്സിലറേഷൻ കയറി ഒരു ക്വിക്കായിട്ട് മൂവ് ചെയ്യുന്ന അങ്ങനെയുള്ള പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഈവൻ സിറ്റിയിലും അല്ലാതെ ഇച്ചിരി ഒന്ന് അഗ്രസീവായിട്ട് പോകേണ്ട സമയത്ത് ആ രീതിയിലെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബൈക്ക് തന്നെയാണ്. കമ്മ്യൂട്ട് ചെയ്യാനും അതുപോലെ ഈ പറഞ്ഞ ഒരു സ്ക്രാംബ്ലർ പാറ്റേണിലും വേണം. നമ്മൾ ഓഫ് റോഡൊന്നും നോക്കിയില്ല എങ്കിലും ഈ ഒരു ടയറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെ മികച്ചതായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇനി പ്രൈസിൻ്റെ കാര്യത്തിലേക്ക് വരും. പിന്നെ അതുപോലെ ബ്രേക്കബിലിറ്റി പ്രൈസ് നമുക്ക് പറയാം. ബ്രേക്കബിലിറ്റിയിൽ വരുമ്പം അത്യാവശ്യം നല്ല റെസ്പോൺസ് തരുന്നുണ്ട് ബ്രേക്കിങ് കാര്യങ്ങളൊക്കെ. അതുപോലെ നമുക്ക് അത്യാവശ്യം ഒന്ന് ക്വിക്ക് ഷിഫ്റ്റിൻ്റെ കാര്യത്തിൽ ക്ലച്ചിൻ്റെ കാര്യത്തിലായാലും വലിയ പ്രശ്നമില്ല, വളരെ സ്മൂത്തായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും വളരെ സ്മൂത്താണ്. അതുപോലെ ഹാൻഡിലിൻ്റെ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു ലിവർ വഴി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കണ്ടല്ലോ രണ്ട് ഹാൻഡിൽ ഇപ്പോൾ നമുക്ക് ക്ലച്ചും ബ്രേക്കും രണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വണ്ടി ഓടിച്ച സമയത്താണ് ഒന്നുകൂടെ ശ്രദ്ധിച്ചത്. പിന്നെ സസ്പെൻഷൻ നമുക്ക് കുറച്ചുകൂടെ സ്റ്റിഫറാക്കി വെക്കാം, കുറച്ചുകൂടെ സ്മൂത്തറാക്കി വെക്കാം. നിങ്ങളുടെ റോഡ് കണ്ടീഷനാണ് ഓടുന്നൊരു പാറ്റേൺ എങ്ങനെയാണ് അതിനനുസരിച്ച് സസ്പെൻഷൻ ഫ്രണ്ടും ബാക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മാത്രമാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ലിവർ ഇപ്പോൾ ബ്രേക്ക് ആയാലും അതുപോലെ നമ്മുടെ ഗിയർ ലിവർ ആയാലും ഈ ഒരു ചെറിയ വളരെ സ്മൂത്ത് വളരെ ക്വിക്കായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ തന്നെയാണ് കൊടുത്തത്. ബ്രേക്ക് ആയാലും പെട്ടെന്ന് നമുക്ക് ചവിട്ടാൻ പറ്റുന്ന ഒരു ഡിസ്കംഫർട്ടൊന്നും ഫീൽ ചെയ്തില്ല, സ്ലിപ്പ് ചെയ്ത് പോകുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. സീറ്റിൻ്റെ ഈ ഒരു കർവ് ചെയ്ത് കൊടുത്തുകൊണ്ട് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല ഓടിച്ചപ്പോൾ. നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ബാക്കി എയറോഡൈനാമിക്സും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. ഹാൻഡ്ലിങ് നല്ല രസമുണ്ട്. വേറെ പില്ലിയൻ റൈഡറിന് വലിയ പ്രശ്നവും കാര്യമൊന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ ഇത്രയാണ് ഒരു റൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം. ചെറിയൊരു ലൈറ്റർ വൈബ്രേഷൻ നമ്മൾ KTM ആ ഒരു ഫീലിലുള്ള വൈബ്രേഷൻ നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചൊരു ഇനിഷ്യൽ ടൈമിൽ. ടോപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എന്ന് വെച്ച് നമുക്ക് മിറർ വൈബ്രേറ്റ് ചെയ്ത് ബാക്ക് കാണാത്ത രീതിയിൽ അങ്ങനെയുള്ള വൈബ്രേഷൻ വളരെ ലൈറ്ററായിട്ടുള്ള ഒരു KTM 390യുടെ ആ ഒരു വൈബ്രേഷൻ അറിയാമല്ലോ, ആ ഒരു ലൈറ്റർ വൈബ്രേഷൻ മാത്രമാണ് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്തത്. ബാക്കി എല്ലാം കൊണ്ടും നല്ല രസമുണ്ട്, ഓടിക്കാനും കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. ഇനി പ്രൈസിലേക്ക് വരുമ്പോൾ 2,92,000 രൂപയാണ് എക്സ്-ഷോറൂം ഡൽഹി പ്രൈസ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്വാറ്റ്പില്ലിൻ്റെ പ്രൈസ് വിറ്റ്പില്ലിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് 2,19,000 എക്സ്-ഷോറൂം ഡൽഹിയാണ്. ഇപ്പോൾ കേരള പ്രൈസ് വരുമ്പോഴത്തേക്ക് മാറ്റവും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻസ്റ്റയിൽ വല്ലതും അപ്ഡേറ്റ് ചെയ്തേക്കാം. ഇത്രയാണ് ഈ ഒരു വണ്ടിയുടെ റൈഡിങ് എക്സ്പീരിയൻസും ഓവറോൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ അടുത്തൊരു വീണ്ടും കാണാം. ഓക്കെ, ബൈ.